മുന്നണികളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തവനൂർ MLA KT ജലീലാണ്. താങ്കൾ നേരത്തെ ഒരു നിലപാട് വ്യക്തമാക്കിയതാണ്, മത്സരരംഗത്തേക്കില്ല എന്ന്. ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ 4ാമത്തെ ടേമായി ഈ ജില്ലയിൽ നിന്ന്. അപ്പോൾ നമ്മളായിട്ട് തന്നെ പുതിയ ആളുകൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള നിലക്കാണ് അത്തരമൊരു തീരുമാനം അന്ന് തന്നെ എടുത്തത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും? അതിനെ സംബന്ധിച്ച് പറയുമ്പോഴല്ലേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ഇപ്പം തന്നെ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴും LDF ചിന്തിക്കുന്ന ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എന്നത് KT ജലീലിലേക്ക് ഒതുങ്ങുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരുപാട് നല്ല സ്ഥാനാർത്ഥികളുണ്ട് നമ്മുടെ ജില്ലയിൽ. അവരിൽ പിന്നെ നല്ല ആളുകൾ തന്നെ അവിടെ വരും ഉറപ്പായിട്ട്. ഈ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട് കാണുന്നുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു ഫാക്ടർ ആയോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിങ്ങാണ് വെൽഫെയർ പാർട്ടി. അവർക്ക് ആകെയുള്ള കേരളത്തിലെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? വെറും 72 മാത്രമാണ്. ഈ 72 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വതന്ത്രന്മാരുടെ എണ്ണം നിങ്ങൾ നോക്കൂ, അതിനും എത്രയോ കൂടുതലായിരിക്കും. വെള്ളാപ്പള്ളിക്ക് കൈ കൊടുത്ത ഈ ഒരു LDF നിലപാട് തിരിച്ചടിയായി മാറിയോ? അങ്ങനല്ല, വെള്ളാപ്പള്ളിക്ക് കൈ കൊടുത്തതൊന്നും അങ്ങനെ ഒരു നിലപാട് തിരിച്ചടിയായിട്ടൊന്നും മാറിയിട്ടില്ല. അങ്ങനെ ഒരു സിംഗിൾ ഫാക്ടറൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ ഒരാളെ കാറ് കയറ്റിയെന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നും അതൊന്നും സ്വാധീനിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. ചില ആളുകൾ വൈകാരികമായി ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാം. അവരൊരു പക്ഷേ അതിൽ വീണുപോയിട്ടുണ്ടാവും. അവരൊക്കെ പരമ്പരാഗതമായിട്ട് UDF വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ പണ്ട് രൂക്ഷമായി വെള്ളാപ്പള്ളിയെ വിമർശിച്ചിരുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഇന്ന് വന്ന ഈ ഒരു നിലപാടിലെ വ്യതിയാനം അത് വലിയ രീതിയിൽ തന്നെ അത് പ്രതിഫലിക്കുന്നില്ല. അങ്ങനെയല്ല, അത് പല ആളുകളെയും രൂക്ഷമായിട്ട് മുമ്പ് വിമർശിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്ന് കരുതി എല്ലാ കാലവും ആ ഒരു വിമർശനം നിലനിർത്തണം എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ പല സംഘടനകളെയും നേതാക്കളെയും മുമ്പ് കാലത്ത് നമ്മൾ വിമർശിച്ചിട്ടുണ്ടാവും. അത് ആ കാലത്തെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സമീപനങ്ങളെ, പോളിസികളെ ആധാരമാക്കിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ്, അതിനോട് യോജിപ്പില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വെറുതെ നമ്മൾ വേറൊരു വിങ്ങിലേക്ക് അങ്ങോട്ട് തള്ളിക്കൊടുക്കേണ്ട എന്നുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമാണത് എന്ന് കരുതിയാൽ മതി. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും തുടരുന്ന പ്രസ്താവനകൾ KT ജലീലിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം? അല്ല, വെള്ളാപ്പള്ളി നടേശൻ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചാൽ അദ്ദേഹം ആ അഭിപ്രായം തിരുത്തുമെന്ന ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. അന്ന് ആ യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പോലും നിർദ്ദേശിച്ചത് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ്. പക്ഷേ അവിടുത്തെ വൈസ് ചാൻസലർ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ട് ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഒരു മുസ്ലിം വൈസ് ചാൻസലർ പോലും ഇല്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് മുബാറക് പാഷയെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യമായി. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം എല്ലാ കമ്മ്യൂണിറ്റികൾക്കും വൈസ് ചാൻസലർഷിപ്പ് വേണം, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും VC-മാരുണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്. എന്നെ ധരിപ്പിച്ച ആളുകൾ അങ്ങനെയല്ല എന്നോട് പറഞ്ഞത്. വെള്ളാപ്പള്ളി തിരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അല്ല, അങ്ങനെയല്ല. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം തന്നെ തിരുത്തുന്നതാണ് നല്ലത്. വേറൊരാൾ പറഞ്ഞിട്ട് തിരുത്തുന്നതിനേക്കാളും അദ്ദേഹം തന്നെ സ്വയം അത് മനസ്സിലാക്കി തിരുത്തുകയാണ് ചെയ്യേണ്ടത്. അനീസ് തോട്ടയ്ക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.